പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്തു. പാമ്പാടി കാളച്ചന്തയിൽ പുതുതായി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമാണ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ജില്ല പരിശോധിക്കുമ്പോൾ ഇനി ഒരാൾ കൂടിയ കോട്ടയം ജില്ലയിൽ അതിദാരിദ്ര്യം അതുകൂടി നിർമ്മാർജ്ജനം ചെയ്താൽ ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ജില്ലയായി കോട്ടയം മാറാൻ, അതോടൊപ്പം തന്നെ സംസ്ഥാനം മാറാൻ. ഇത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അഭിമാനകരമായ ഒരു സാഹചര്യം ഒരു സംസ്ഥാനത്ത് ലഭ്യമാകും. നീതി ആയോഗിന്റെ കണക്കനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവലോകനം. നീതി ആയോഗ് പരിശോധിച്ചപ്പോൾ നേരത്തെ തന്നെ ഉത്തർപ്രദേശായിരുന്നു ഏറ്റവും കൂടുതൽ അതിദാരിദ്ര്യമുള്ള ആളുകളുള്ളത് 30%. ഏതാണ്ട് 28%, ബീഹാറുണ്ട് 22%, രാജസ്ഥാനുണ്ട്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളും 20%-ന് മുകളിൽ നിൽക്കുമ്പോൾ കേരളം നീതി ആയോഗിന്റെ കണക്കിൽ 0.73. ആ 0.73 66,000 കുടുംബങ്ങളാണ്. അവരെ കൂടി സംസ്ഥാന ഗവൺമെന്റ് അതിദാരിദ്ര്യ വിമുക്തമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നതിന്റെ ഫലമായി ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി അടുത്ത നവംബർ 1 കേരളപ്പിറവിയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനത്തിന്റെ പ്രഖ്യാപനത്തിലേക്ക് വരിക. ചാണ്ടി ഉമ്മൻ MLA അധ്യക്ഷനായിരുന്നു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഹരികുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ്, പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VM പ്രദീപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു M. എബ്രഹാം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ രാജേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല PS, നവകേരളം ജില്ലാ കോർഡിനേറ്റർ ഐസക് സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജീവ്, പഞ്ചായത്ത് സെക്രട്ടറി ശാലിനി വർഗീസ്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. 25 ലക്ഷം രൂപ ചെലവിൽ SBM ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിനോടനുബന്ധിച്ച് ഫീഡിംഗ് റൂം, ടോയ്ലറ്റ് എന്നിവയുമുണ്ട്. ലഘുഭക്ഷണശാല, കുട്ടികൾക്കായി ഹാപ്പിനെസ് പാർക്ക് എന്നിവയും പിന്നീട് പ്രവർത്തനം ആരംഭിക്കും. തിരക്കേറിയ കാളച്ചന്തയിലെ വഴിയാത്രക്കാർക്കും KK റോഡിലൂടെ പോകുന്ന വാഹനയാത്രക്കാർക്കും ഏറെ അനുഗ്രഹമാകും ഈ ടേക്ക് എ ബ്രേക്ക്.